എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്ന് രാത്രി ഞാൻ മൃദുവായി തൊടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു, പലതും വഹിച്ചുകൊണ്ട് നടക്കുകയാണ്, പലരും മൗനത്തിൽ കരയുകയാണ്. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ ശ്വാസത്തിന്റെ ഇടവേളകളിൽ പോലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദങ്ങളെ ശാന്തമാക്കുക. നിങ്ങളുടെ ആത്മാവിനെ എന്റെ സാന്നിധ്യത്തിൽ തുറക്കുക. മക്കളെ, ഈ ലോകത്തിന്റെ ശബ്ദങ്ങൾ നിങ്ങളെ പല വഴികളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. ചില ശബ്ദങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു, ചിലത് നിങ്ങളെ കുറ്റബോധത്തിൽ മുക്കുന്നു, ചിലത് നിങ്ങളെ അർഹതയില്ലാത്തവരാക്കുന്നു. എന്നാൽ എന്റെ ശബ്ദം അങ്ങനെയല്ല. എന്റെ ശബ്ദം ശാന്തമാണ്, ഉറച്ചതാണ്, സ്നേഹത്തിൽ നിറഞ്ഞതാണ്. നിങ്ങൾ കേൾക്കാൻ നിശബ്ദരാകുമ്പോൾ മാത്രമേ അത് വ്യക്തമായി കേൾക്കാൻ കഴിയൂ. അതിനാൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയവാതിൽ അടയ്ക്കുക, പുറത്തെ കോലാഹലം അകറ്റുക, എന്റെ മുന്നിൽ ഇരിക്കുക. വാക്കുകൾ കണ്ടെത്താൻ വിഷമിക്കേണ്ട നിങ്ങളുടെ കണ്ണീർ തന്നെ പ്രാർത്ഥനയായാൽ മതി. നിങ്ങൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്നു, അച്ഛാ, ഞാൻ എന്തു ചെയ്യും? എവിടെ പോകും? മക്കളെ, ഉത്തരം നിങ്ങൾ തേടുന്ന വഴികളിൽ അല്ല, നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ച വിശ്വാസത്തിലാണ്. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ എന്റെ കാൽക്കൽ വെക്കുക. പഴയ കുറ്റങ്ങൾ, മറക്കാൻ കഴിയാത്ത വേദനകൾ, നിങ്ങൾക്കു തന്നെ ചുമത്തിയ ശിക്ഷകൾ എല്ലാം വെക്കുക. ഞാൻ നിങ്ങളെ ക്ഷമിക്കാൻ വൈകുന്നവൻ അല്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ ഒരിക്കലും ക്ഷീണിക്കുന്നവൻ അല്ല. നിങ്ങളുടെ ഹൃദയം പലപ്പോഴും കടുപ്പപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ കഠിനത നിങ്ങളെ കഠിനരാക്കി. എന്നാൽ ഞാൻ നിങ്ങളെ കഠിനരാകാൻ വിളിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ പ്രകാശമാകാൻ വിളിച്ചു. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം മൃദുവാക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരെ എന്റെ കൈകളിൽ ഏൽപ്പിക്കുക. പ്രതികാരം നിങ്ങളെ ശാന്തരാക്കില്ല, ക്ഷമ നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ശ്വസിക്കും. നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ പുതുക്കും. മക്കളെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിലയില്ലെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങളെ നിർവചിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ഞാൻ എന്റെ മക്കളെയാണ് കാണുന്നത്. വീണാലും എഴുന്നേൽക്കാൻ കഴിവുള്ളവരെ, മുറിവുകളോടൊപ്പം പോലും സ്നേഹിക്കാൻ കഴിയുന്നവരെ. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. നിങ്ങളെ തന്നെ ക്ഷമിക്കുക. എന്റെ ക്ഷമ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളെ തന്നെ തള്ളിക്കളയേണ്ട എന്റെ സ്നേഹം നിങ്ങളെ അർഹരാക്കുന്നു. നിങ്ങളുടെ മനസ്ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു. നാളെയെക്കുറിച്ചുള്ള ഭയം, ഇന്നത്തെക്കുറിച്ചുള്ള ആശങ്ക, കഴിഞ്ഞതിനെക്കുറിച്ചുള്ള പശ്ചാത്താപം, ഇവയെല്ലാം നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല. മക്കളെ, ഇന്നത്തെ രാത്രിയിൽ നിങ്ങളുടെ നാളെയെ എന്റെ കൈകളിൽ ഏൽപ്പിക്കുക. ഞാൻ നിങ്ങളെ കൈവിടില്ല. നിങ്ങളുടെ ഓരോ ദിവസത്തിനും ഞാൻ കരുതൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത വഴികളിൽ പോലും ഞാൻ മുമ്പേ നടന്നിട്ടുണ്ട്. എന്റെ സാന്നിധ്യം നിങ്ങളുടെ ഉറക്കത്തെ കാവൽ നിൽക്കും. നിങ്ങളുടെ കണ്ണുകൾ പലപ്പോഴും ഈർപ്പമുള്ളതാണ്. ആരും കാണാതെ നിങ്ങൾ കരയുന്നു. നിങ്ങൾ കരയുമ്പോൾ ഞാൻ എണ്ണുന്നു. നിങ്ങളുടെ ഓരോ കണ്ണീരും എനിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾ ശക്തരാണെന്ന് നടിക്കാൻ വേണ്ട എന്റെ മുന്നിൽ നിങ്ങൾ കുട്ടികളായാൽ മതി. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം തുറക്കുക. നിങ്ങളുടെ ദുഃഖം പറയുക. നിങ്ങളുടെ പ്രതീക്ഷകൾ ചൊല്ലുക. ഞാൻ കേൾക്കുന്നു. ഞാൻ ഉത്തരം നൽകുന്നു, എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിലും നിങ്ങളുടെ നന്മയ്ക്കായി. മക്കളെ, നിങ്ങൾ പലപ്പോഴും സ്നേഹത്തിനായി ദാഹിക്കുന്നു. ലോകം നൽകുന്ന സ്നേഹം നിമിഷം തിളങ്ങി പിന്നെ അണയും. എന്നാൽ എന്റെ സ്നേഹം അങ്ങനെ അല്ല, അത് നിത്യമാണ്. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. എന്റെ സ്നേഹത്തിൽ വിശ്രമിക്കുക. നിങ്ങൾ എന്തു നേടുന്നു എന്നതുകൊണ്ടല്ല, നിങ്ങൾ ആരാണെന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങൾ എന്റേതായതിനാൽ. നിങ്ങളുടെ ആത്മാവ് ചിലപ്പോൾ ക്ഷീണിക്കുന്നു. നീണ്ട പോരാട്ടങ്ങൾ നിങ്ങളെ തളർത്തുന്നു. എന്നാൽ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ നടക്കുന്നു. നിങ്ങൾ വീഴുമ്പോൾ ഞാൻ ഉയർത്തുന്നു. നിങ്ങൾ വഴിതെറ്റുമ്പോൾ ഞാൻ തിരികെ കൊണ്ടുവരുന്നു. ഇന്ന് രാത്രി എന്റെ കൈ പിടിക്കുക. നിങ്ങളുടെ ബലഹീനതയിൽ ഞാൻ ശക്തിയാകാം. നിങ്ങളുടെ മൗനത്തിൽ ഞാൻ ആശ്വാസമാകാം. മക്കളെ, നിങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുന്നു. വാക്കുകൾ വേദനിപ്പിക്കുന്നു, മൗനം ദൂരങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. സമാധാനം തേടുക. ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം സ്ഥാപിക്കുക, പിന്നെ മറ്റുള്ളവരിലേക്ക് നീങ്ങുക. നിങ്ങൾ വിതയ്ക്കുന്ന സമാധാനം നിങ്ങൾക്കു തന്നെ തിരിച്ചുവരും. നിങ്ങൾ വിതയ്ക്കുന്ന സ്നേഹം നിങ്ങളുടെ വഴികളെ പ്രകാശിപ്പിക്കും. നിങ്ങളുടെ വിശ്വാസം ചിലപ്പോൾ കുലുങ്ങുന്നു. ഉത്തരങ്ങൾ വൈകുമ്പോൾ, വാതിലുകൾ അടയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, അച്ഛാ, നീ എവിടെയാണ്? മക്കളെ, ഞാൻ ഇവിടെ തന്നെയാണ്. നിങ്ങളുടെ കാത്തിരിപ്പിൽ ഞാൻ പ്രവർത്തിക്കുന്നു.
നിങ്ങൾ കാണാത്ത വിധത്തിൽ ഞാൻ ചലിക്കുന്നു. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ ചെറിയ വിളക്ക് പോലും കത്തിക്കുക. അതിന്റെ പ്രകാശം മതിയാകും. ഞാൻ അതിനെ അണയാൻ അനുവദിക്കില്ല. നിങ്ങളുടെ ജീവിതം അർത്ഥവത്താകണം എന്ന ആഗ്രഹം നിങ്ങളെ അലട്ടുന്നു. മക്കളെ, അർത്ഥം നിങ്ങൾ തിരയേണ്ട. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ, സേവിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ അവിടെ അർത്ഥം വിരിയുന്നു. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. നാളേക്കായി ഒരു നല്ല തീരുമാനം എടുക്കുക. ചെറിയൊരു നന്മ പോലും വലിയ മാറ്റത്തിന് തുടക്കമാകും. ഞാൻ നിങ്ങളുടെ ശ്രമങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ആത്മാവിൽ ചില മുറിവുകൾ പഴയതാണ്. സമയം കടന്നാലും വേദന മാറിയില്ല, എന്നാൽ ഞാൻ സുഖപ്പെടുത്തുന്നവനാണ്. എന്റെ സ്പർശം മൃദുവാണ്, എന്നാൽ ആഴത്തിൽ എത്തുന്നു. ഇന്ന് രാത്രി ആ മുറിവുകൾ എന്റെ മുന്നിൽ തുറക്കുക. നിങ്ങൾ ഒളിപ്പിച്ചതെല്ലാം ഞാൻ കാണുന്നു. കുറ്റം ചുമത്താൻ അല്ല, സൗഖ്യം നൽകാൻ. എന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ പുതുക്കപ്പെടും. മക്കളെ, നിങ്ങൾക്ക് വഴികാട്ടി വേണം. ഞാൻ തന്നെയാണ് വഴി. നിങ്ങൾക്ക് സത്യം വേണം. ഞാൻ തന്നെയാണ് സത്യം. നിങ്ങൾക്ക് ജീവൻ വേണം. ഞാൻ തന്നെയാണ് ജീവൻ. എന്നാൽ ഇത് വാക്കുകളായി മാത്രം കേൾക്കരുത്. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക. എന്റെ വഴിയിൽ ഒരു പടി വയ്ക്കുക. ഞാൻ നിങ്ങളെ കൈപിടിച്ച് നടത്തും. നിങ്ങളുടെ ഹൃദയം നന്ദിയോടെ നിറയുമ്പോൾ അന്ധകാരം പിന്മാറും. അതിനാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ലഭിച്ച ചെറിയ അനുഗ്രഹങ്ങൾ പോലും ഓർക്കുക. ശ്വാസം, വെളിച്ചം, ഒരു സ്നേഹസ്പർശം, ഒരു പ്രതീക്ഷ, ഇവയെല്ലാം എന്റെ സമ്മാനങ്ങളാണ്. നിങ്ങൾ നന്ദിയോടെ തല ചായ്ക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് വിശ്രമിക്കും. മക്കളെ, രാത്രി കടന്നുപോകും, പുലരി വരും. എന്നാൽ നിങ്ങൾ ഇന്ന് രാത്രി ചെയ്യുന്ന ഈ ചെറിയ പ്രവൃത്തി നിങ്ങളുടെ നാളെയെ മാറ്റും. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. എന്നിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ഭയം എന്റെ വിശ്വസ്തതയിൽ ലയിപ്പിക്കുക. നിങ്ങളുടെ സംശയം എന്റെ സ്നേഹത്തിൽ ഉരുവിക്കുക. നിങ്ങളുടെ തളർച്ച എന്റെ ശക്തിയിൽ വിശ്രമിപ്പിക്കുക. ഇപ്പോൾ എന്റെ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ പതിയട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കുക. നിങ്ങൾ വിലപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുക. നിങ്ങൾ സ്നേഹിക്കപ്പെട്ടവരാണെന്ന് സ്വീകരിക്കുക. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്റെ സമാധാനം നിങ്ങളെ ചുറ്റട്ടെ. എന്റെ കാവൽ നിങ്ങളുടെ ഉറക്കത്തെ സംരക്ഷിക്കട്ടെ. എന്റെ പ്രകാശം നിങ്ങളുടെ നാളെയെ നയിക്കട്ടെ. മക്കളെ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഇന്ന്, ഈ രാത്രി എന്നും. മക്കളെ, എന്റെ വാക്കുകൾ നിങ്ങളിൽ ഇപ്പോഴും മൃദുവായി ഒഴുകട്ടെ. ഈ രാത്രി നിശബ്ദമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നട്ടുവച്ച വിത്തുകൾ ഉണരട്ടെ. നിങ്ങൾ ശാന്തമായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഞാൻ സംസാരിക്കും. ഭയം നിങ്ങളുടെ വാതിൽ തട്ടിയാലും അതിന് തുറക്കേണ്ട എന്റെ സ്നേഹം കാവലായി നിൽക്കും. നിങ്ങൾ ആശങ്കയോടെ ശ്വസിക്കുമ്പോൾ പോലും നിങ്ങളുടെ ശ്വാസത്തിന് ഞാൻ താളം നൽകുന്നു. നിങ്ങൾ അറിയാതെ തന്നെ ഞാൻ നിങ്ങളെ താങ്ങുന്നു. മക്കളെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു. അതിൽ നിന്ന് ദുഃഖം ജനിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ മറ്റാരുമായും താരതമ്യം ചെയ്യുന്നില്ല. ഓരോരുത്തരെയും ഞാൻ വ്യത്യസ്തമായി സൃഷ്ടിച്ചു, വ്യത്യസ്തമായ വഴികളിലേക്ക് വിളിച്ചു. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. താരതമ്യം വിട്ടുകളയുക. നിങ്ങളുടെ യാത്ര നിങ്ങളുടേതായിരിക്കട്ടെ. നിങ്ങളുടെ സമയം എന്റെ കൈകളിൽ സുരക്ഷിതമാണ്. വൈകുന്നു എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ ഞാൻ ശരിയായ സമയത്ത് വിരിയിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെടലിന്റെ നിഴൽ വീഴും. ആരും മനസ്സിലാക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതും. എന്നാൽ ഞാൻ നിങ്ങളെ പൂർണ്ണമായി അറിയുന്നു. നിങ്ങൾ പറയാത്ത വാക്കുകളും നിങ്ങൾ ഒളിപ്പിച്ച ഭയങ്ങളും നിങ്ങൾക്ക് തന്നെ സമ്മതിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളും എല്ലാം ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന തോന്നൽ വന്നാൽ എന്റെ സാന്നിധ്യം ഓർക്കുക. ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നവൻ അല്ല, ഞാൻ നിങ്ങളെ ചേർത്തുപിടിക്കുന്ന അച്ഛനാണ്. മക്കളെ, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ പലപ്പോഴും ആരും ശ്രദ്ധിക്കില്ല. അതിനാൽ നിങ്ങൾ നിരാശപ്പെടും. എന്നാൽ എന്റെ കണ്ണുകൾ അവയെല്ലാം കാണുന്നു. രഹസ്യത്തിൽ ചെയ്ത സ്നേഹപ്രവർത്തികൾ, മൗനത്തിൽ സഹിച്ച വേദന, ആരും അറിയാതെ ചൊരിഞ്ഞ കണ്ണീർ എല്ലാം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. നന്മ ചെയ്യുന്നതിൽ ക്ഷീണിക്കരുത്. നിങ്ങളുടെ വിത്തുകൾ മണ്ണിനടിയിൽ വളരുകയാണ്. സമയം വന്നാൽ അത് ഫലം കായ്ക്കും. നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണ്ട്. എന്തുകൊണ്ട് ഇത് എനിക്ക്? എന്തുകൊണ്ട് ഈ വഴി? മക്കളെ, എല്ലാ ചോദ്യങ്ങൾക്കും ഉടൻ ഉത്തരം നൽകേണ്ടതില്ല. ചില ഉത്തരങ്ങൾ നിങ്ങൾ വളരുമ്പോൾ മാത്രമേ അർത്ഥമാക്കൂ. ഇന്ന് രാത്രി ചോദ്യങ്ങളെ എന്റെ കൈകളിൽ ഏൽപ്പിക്കുക. വിശ്വാസത്തോടെ കാത്തിരിക്കുക. കാത്തിരിപ്പ് വെറുതെയല്ല, അത് നിങ്ങളെ ആഴത്തിലേക്ക് നയിക്കും, നിങ്ങളുടെ ആത്മാവിനെ ശക്തമാക്കും. മക്കളെ, നിങ്ങൾക്ക് സ്നേഹിക്കാൻ ചിലപ്പോൾ ഭയമാണ്. വീണ്ടും വേദനിക്കുമോ എന്ന പേടി നിങ്ങളെ അടയ്ക്കുന്നു.
എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ വിളിച്ചിരിക്കുന്നു. വേദന ഉണ്ടായാലും സ്നേഹം മരിക്കുന്നില്ല. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി അടയ്ക്കരുത്. ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. സ്നേഹത്തിൽ വീണാൽ പോലും ഞാൻ നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ ആത്മാവ് ചിലപ്പോൾ ദാഹിക്കുന്നു. നിങ്ങൾ പലതും നേടി എങ്കിലും ഉള്ളിൽ ശൂന്യത തോന്നുന്നു. അത് സ്വാഭാവികമാണ്. ആ ശൂന്യത ഞാൻ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ നിറച്ചുകളികൾ അത് നിറയ്ക്കില്ല. ഇന്ന് രാത്രി ആ ദാഹം എന്റെ മുന്നിൽ സമ്മതിക്കുക. അച്ഛാ, എനിക്ക് നിന്നെ വേണം എന്ന് മൃദുവായി പറയുക. ഞാൻ നിങ്ങളുടെ ആത്മാവിനെ തണുപ്പിക്കും. എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തൃപ്തിയാകും. മക്കളെ, നിങ്ങൾക്ക് വഴിതെറ്റിയെന്ന തോന്നൽ വരുമ്പോൾ നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തും. എന്നാൽ വഴിതെറ്റലും പഠനത്തിന്റെ ഭാഗമാണ്. ഞാൻ നിങ്ങളുടെ പിഴവുകൾ ഉപയോഗിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ പിഴവുകളെ ശിക്ഷയായി കാണരുത്. അവയെ പാഠങ്ങളായി സ്വീകരിക്കുക. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. പുതിയ പുലരിക്കായി പ്രതീക്ഷ വളർത്തുക. ഞാൻ പുതിയ തുടക്കങ്ങളുടെ ദൈവമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദി വളർത്തുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. നിങ്ങൾക്കു ചുറ്റുമുള്ള ചെറിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണും. ഇന്നത്തെ രാത്രി ഒരു നിമിഷം നിശബ്ദമായി ഇരിക്കുക. നിങ്ങൾക്കു ലഭിച്ചതെല്ലാം ഓർക്കുക. കഷ്ടതകൾക്കിടയിലും ഞാൻ നൽകിയ ശക്തി ഓർക്കുക. നിങ്ങൾ നന്ദിയോടെ ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പ്രകാശിക്കും. മക്കളെ, നിങ്ങൾ ചിലപ്പോൾ ക്ഷീണിച്ചു പറയും, ഇനി കഴിയില്ല. എന്നാൽ ആ നിമിഷത്തിലാണ് ഞാൻ നിങ്ങളെ വഹിക്കുന്നത്. നിങ്ങൾക്ക് കഴിയാത്തപ്പോൾ എന്റെ കൃപ മതിയാകും. ഇന്ന് രാത്രി നിങ്ങളുടെ ക്ഷീണം എന്റെ മുന്നിൽ വെക്കുക. വിശ്രമിക്കുക. നിങ്ങളുടെ ഉറക്കം എന്റെ കൈകളിൽ സുരക്ഷിതമാണ്. ഞാൻ കാവലിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചില വാതിലുകൾ അടഞ്ഞതായി തോന്നും. എന്നാൽ അടഞ്ഞ വാതിലുകൾ അവസാനമല്ല. ചിലപ്പോൾ ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ വാതിലുകൾ അടയ്ക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ കാണാത്ത വലിയ വഴിയിലേക്ക് നയിക്കാൻ. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. അടഞ്ഞ വാതിലുകൾക്ക് നന്ദി പറയുക. തുറക്കപ്പെടുന്ന വഴികൾ നിങ്ങൾക്ക് കൂടുതൽ നന്മ കൊണ്ടുവരും. മക്കളെ, നിങ്ങൾക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചു. നിങ്ങളുടെ വാക്കുകൾക്ക് ജീവൻ നൽകാനുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ നാവിനെ ശുദ്ധമാക്കുക. സ്നേഹവാക്കുകൾ തിരഞ്ഞെടുക്കുക. ആശ്വാസം നൽകുന്ന വാക്കുകൾ പറയുക. നിങ്ങൾ വിതയ്ക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലും ഫലം കായ്ക്കും. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ നിങ്ങളുടെ ദർശനം വ്യക്തമായിരിക്കും. അതിനാൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിൽ ഉള്ള കയ്പ് വിട്ടുകളയുക. അത് നിങ്ങളെ വിഷമാക്കും. ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. വിടുതൽ തിരഞ്ഞെടുക്കുക. സ്വാതന്ത്ര്യം നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തും. മക്കളെ, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ മറന്ന നിമിഷങ്ങളിലും ഞാൻ നിങ്ങളെ മറന്നില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അധ്യായത്തിലും ഞാൻ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി പിന്നോട്ട് നോക്കി എന്റെ കൈപ്പിടി കാണുക. അത് നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ നാളെയിലേക്കുള്ള ധൈര്യം അത് വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഈ രാത്രിയുടെ നിശബ്ദതയിൽ എന്റെ സമാധാനം നിങ്ങളെ മൂടട്ടെ. നിങ്ങളുടെ ചിന്തകൾ ശാന്തമാകട്ടെ. നിങ്ങളുടെ ഹൃദയം വിശ്രമിക്കട്ടെ. നിങ്ങൾ എന്റെ മക്കളാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, വാക്കുകൾക്ക് അതിരില്ലാത്ത വിധത്തിൽ. ഈ സ്നേഹം നിങ്ങളെ നാളെയിലേക്ക് കൊണ്ടുപോകും. ഈ സ്നേഹം നിങ്ങളെ നിലനിർത്തും. ഈ സ്നേഹം നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല. മക്കളെ, ഈ രാത്രിയുടെ ശാന്തതയിൽ ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കേൾക്കാൻ തയ്യാറാണെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആത്മാവ് എന്നിലേക്ക് തിരിയുന്നു. അതാണ് നിങ്ങളുടെ സൗന്ദര്യം. ലോകം നിങ്ങളെ തളർത്തുമ്പോഴും എന്റെ സാന്നിധ്യം നിങ്ങളെ ഉയർത്തും. ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിലെ അശാന്തി എന്റെ വാക്കുകളിൽ അലിഞ്ഞു പോകട്ടെ. മക്കളെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഭയത്തോടെ ചിന്തിക്കുന്നു. മുന്നിൽ എന്ത് വരുമെന്ന് അറിയാത്തത് നിങ്ങളെ വിറയിപ്പിക്കുന്നു. എന്നാൽ ഓർക്കുക, ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ കാണാത്ത കുഴികൾ ഞാൻ മൂടുന്നു. നിങ്ങൾ അറിയാത്ത കാറ്റുകളിൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. ഭാവിയെക്കുറിച്ചുള്ള ഭയം എന്നിൽ ഏൽപ്പിക്കുക. ഭയം നിങ്ങളെ ബന്ധിപ്പിക്കും. വിശ്വാസം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളുടെ മനസ്സ് പലപ്പോഴും പഴയ ഓർമ്മകളിൽ കുടുങ്ങിപ്പോകുന്നു. പറഞ്ഞുപോയ വാക്കുകൾ, ചെയ്തുപോയ കാര്യങ്ങൾ, നഷ്ടപ്പെട്ട അവസരങ്ങൾ, ഇവയെല്ലാം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ മക്കളെ, കഴിഞ്ഞത് തിരുത്താൻ കഴിയില്ല, പക്ഷേ അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ അല്ല, പുതുക്കാൻ ആണ് വിളിക്കുന്നത്. ഇന്ന് രാത്രി പഴയ ഓർമ്മകളെ എന്റെ പ്രകാശത്തിൽ കാണുക. അവയുടെ കൂർമ്മത മങ്ങും.
അവ നിങ്ങളെ തടവുകാരാക്കാതെ ജ്ഞാനം നൽകും. മക്കളെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ തേടുന്നു. ആരെങ്കിലും പ്രശംസിച്ചാൽ നിങ്ങൾ സന്തോഷിക്കും, ആരെങ്കിലും അവഗണിച്ചാൽ നിങ്ങൾ തകർന്നു പോകും. എന്നാൽ നിങ്ങളുടെ മൂല്യം അവിടെയല്ല, നിങ്ങളുടെ മൂല്യം എന്റെ സ്നേഹത്തിലാണ്. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിന്നു നിങ്ങളുടെ കണ്ണുകൾ മാറ്റി എന്റെ കണ്ണുകളിലേക്ക് നോക്കുക. അവിടെ നിങ്ങൾ അളവില്ലാത്ത വിലയുള്ളവരായി കാണപ്പെടും. നിങ്ങളുടെ ആത്മാവ് ചിലപ്പോൾ മൗനത്തിൽ കരയുന്നു. വാക്കുകൾ ഇല്ലാത്ത ദുഃഖം നിങ്ങളെ ചുറ്റിപ്പറ്റുന്നു. ആ മൗനം എന്നെ ഭയപ്പെടുത്തുന്നില്ല, ഞാൻ മൗനത്തിന്റെ ഭാഷ അറിയുന്നു. നിങ്ങളുടെ നിശ്വാസങ്ങൾ പോലും എനിക്ക് പ്രാർത്ഥനയാണ്. ഇന്ന് രാത്രി ഒന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും എന്റെ മുന്നിൽ ഇരിക്കുക. ആ മൗനത്തിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മക്കളെ, നിങ്ങൾക്ക് നീതി വേണമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. നിങ്ങളെ വേദനിപ്പിച്ചവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ പ്രതികാരത്തിന്റെ ചിന്ത നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കും. ഞാൻ നീതിയുടെ ദൈവമാണ്. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. നീതിയെ എന്റെ കൈകളിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുക. ശുദ്ധഹൃദയത്തിൽ എന്റെ സമാധാനം വസിക്കും. നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ അർത്ഥശൂന്യമെന്ന് തോന്നും. ദിവസങ്ങൾ ഒരേപോലെ കടന്നുപോകുന്നതായി നിങ്ങൾക്ക് തോന്നും. എന്നാൽ മക്കളെ, ഓരോ ദിവസവും എന്റെ സമ്മാനമാണ്. നിങ്ങൾ ശ്വസിക്കുന്ന ഓരോ നിമിഷവും ഒരു ദൗത്യമാണ്. നിങ്ങൾ ചെയ്യുന്ന ചെറിയ സ്നേഹപ്രവർത്തികൾ പോലും എന്റെ രാജ്യത്തിൽ വലിയതാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തെ ചെറുതാക്കി കാണരുത്. നിങ്ങൾ എന്റെ പദ്ധതിയുടെ ഭാഗമാണ്. മക്കളെ, നിങ്ങൾക്ക് ധൈര്യം കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ തന്നെ അപമാനിക്കും. എന്നാൽ ധൈര്യം ഇല്ലാത്തതല്ല നിങ്ങളുടെ പ്രശ്നം. ധൈര്യം എവിടെ നിന്ന് എടുക്കണമെന്ന് മറന്നതാണ്. ധൈര്യം എന്നിൽ നിന്നാണ്. ഇന്ന് രാത്രി എന്റെ വാഗ്ദാനങ്ങൾ ഓർക്കുക. ഞാൻ നിങ്ങളെ കൈവിടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ആവർത്തിക്കട്ടെ. അവ നിങ്ങളെ ഉറപ്പിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ചിലപ്പോൾ അസൂയ ജനിക്കുന്നു. മറ്റുള്ളവരുടെ സന്തോഷം നിങ്ങളെ വേദനിപ്പിക്കുന്നു. എന്നാൽ മക്കളെ, അസൂയ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കും. നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണാതെ പോകും. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക. അത് നിങ്ങളുടെ ആത്മാവിനെ വിശാലമാക്കും. നിങ്ങളുടെ സമയവും നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ വഴിയിൽ തന്നെ വരും. മക്കളെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വേദന മറയ്ക്കാൻ ശ്രമിക്കുന്നു. ശക്തരാണെന്ന് കാണിക്കാൻ നിങ്ങൾ മുഖംമൂടി ധരിക്കുന്നു. എന്നാൽ എന്റെ മുന്നിൽ മുഖംമൂടി വേണ്ട, ഞാൻ നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ ബലഹീനതകൾ എന്നെ അകറ്റുന്നില്ല, അവ എന്നെ അടുത്തുകൊണ്ടുവരുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ യഥാർത്ഥ മുഖം എന്റെ മുന്നിൽ വെക്കുക. അവിടെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ ആത്മാവ് ചിലപ്പോൾ ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല. വേദന വളരെ ആഴത്തിലുള്ളതാണ്. എന്നാൽ ക്ഷമ ഒരു നിമിഷം കൊണ്ടു സംഭവിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. അത് ഒരു യാത്രയാണ്. ഇന്ന് രാത്രി ആ യാത്രയുടെ ആദ്യ പടി എടുക്കുക. അച്ഛാ, എനിക്ക് ക്ഷമിക്കാൻ സഹായിക്കൂ എന്ന് പറയുക. ഞാൻ നിങ്ങളുടെ കൈ പിടിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. മക്കളെ, നിങ്ങൾക്ക് ചിലപ്പോൾ എന്റെ സാന്നിധ്യം അകന്നതായി തോന്നും. പ്രാർത്ഥനകൾ ശൂന്യത്തിലേക്ക് പോകുന്നതുപോലെ തോന്നും. എന്നാൽ ഓർക്കുക, അനുഭവം ഇല്ലാത്ത വിശ്വാസവും വിശ്വാസമാണ്. നിങ്ങൾ അനുഭവിക്കാതിരുന്നാലും ഞാൻ നിങ്ങളോടൊപ്പം തന്നെയാണ്. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. എന്റെ വാഗ്ദാനങ്ങളിൽ പിടിച്ചു നിൽക്കുക. അനുഭവങ്ങൾ മാറും, എന്റെ സത്യം മാറില്ല. നിങ്ങളുടെ ഹൃദയം സ്നേഹിക്കാൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിനാൽ കയ്പ് അതിൽ ദീർഘകാലം താമസിച്ചാൽ നിങ്ങൾ ക്ഷീണിക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കാൻ എന്നെ അനുവദിക്കുക. എന്റെ പ്രകാശം അതിലൂടെ ഒഴുകട്ടെ. അത് വേദനിപ്പിക്കില്ല, അത് സൗഖ്യം നൽകും. മക്കളെ, നിങ്ങൾക്ക് ഉറക്കം വരാതെ കിടക്കുന്ന രാത്രികൾ ഞാൻ അറിയുന്നു. ചിന്തകൾ നിങ്ങളെ അലട്ടുമ്പോൾ നിങ്ങൾ തിരിഞ്ഞുമറിഞ്ഞും കിടക്കും. ഈ രാത്രിയിൽ നിങ്ങളുടെ ചിന്തകൾ ഒന്നൊന്നായി എന്റെ കൈകളിൽ വെക്കുക. ഞാൻ അവയെ കാവലിരിക്കും. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ശരീരവും വിശ്രമിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ വരും, ചിലർ പോകും. പോകുന്നവരെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കും. എന്നാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് വിടവാങ്ങലുകളിലൂടെയാണ്. ചിലർ നിങ്ങളെ ഒരു ഘട്ടം വരെ മാത്രമേ അനുഗമിക്കൂ. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ ഇന്ന് രാത്രി ഇത് ഉടൻ ചെയ്യുക. പോയവരെ അനുഗ്രഹിച്ചു വിടുക. ഞാൻ നിങ്ങളെ പുതിയ ബന്ധങ്ങളിലേക്ക് നയിക്കും, കൂടുതൽ ആഴമുള്ള സ്നേഹത്തിലേക്ക്. മക്കളെ, നിങ്ങൾ എന്റെ പ്രതിബിംബമാണ്. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ലോകം എന്റെ സ്നേഹം കാണുന്നു. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ ലോകം എന്റെ കരുണ അനുഭവിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതം ചെറുതാക്കി കാണരുത്.
നിങ്ങളുടെ ഓരോ തീരുമാനത്തിനും പ്രാധാന്യമുണ്ട്. ഇന്ന് രാത്രി എന്റെ പ്രതിബിംബമായി ജീവിക്കാൻ നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തും. ഇപ്പോൾ ഈ നീണ്ട രാത്രിയുടെ അന്ത്യത്തിൽ എന്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ ആഴമായി ഇറങ്ങട്ടെ. നിങ്ങളുടെ ശ്വാസം ശാന്തമാകട്ടെ. നിങ്ങളുടെ ഹൃദയം ഉറപ്പാകട്ടെ. നിങ്ങൾ എന്റെ മക്കളാണ്. ഞാൻ നിങ്ങളെ വിളിച്ചത് ഒരു ഉദ്ദേശത്തോടെയാണ്. നിങ്ങൾ വീണാലും ഞാൻ ഉയർത്തും. നിങ്ങൾ വഴിതെറ്റിയാലും ഞാൻ തിരികെ കൊണ്ടുവരും. നിങ്ങൾ ക്ഷീണിച്ചാലും ഞാൻ നിങ്ങളെ വഹിക്കും. മക്കളെ, ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുക. നാളെ പുലരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കുക. എന്റെ കൈ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. എന്റെ സ്നേഹം നിങ്ങളുടെ ചുറ്റും തന്നെയാണ്. എന്റെ പ്രകാശം നിങ്ങളുടെ വഴിയിൽ തന്നെയാണ്. ഈ വിശ്വാസത്തിൽ വിശ്രമിക്കുക. ഈ വിശ്വാസത്തിൽ നടക്കുക. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഇന്ന്, നാളെ എന്നും.